ഹായ് ഓൾ, ദിസ് ഈസ് തേഴ്സ്ഡേ മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ച ഇത്. കലക്കി വെച്ച അപ്പമാവ് പൊങ്ങാന്നുള്ളത്. അതൊക്കെ കണ്ടൊരു ചായയൊക്കെ ഇട്ട് അങ്ങ് കുടിച്ചു. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. മിന്നും ജയത്തോടെ ബ്രസീൽ നോക്കൗട്ടിൽ മാവ് പൊങ്ങി വന്നത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലേക്ക് ഇഡ്ഡലി ആക്കാനായിട്ട് കുറച്ച് മാവ് ഒഴിച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ആരാധകർ കാത്തിരുന്ന നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് തന്നെയാണ്. ഏതാണ്ട് ഒരു 3 വർഷത്തോളം, എക്സാക്ട്ലി കറക്റ്റായി പറഞ്ഞാൽ 981 ദിവസങ്ങൾക്ക് ശേഷമാണ് നെയ്മർ ജൂനിയറെ ആ മഞ്ഞ കുപ്പായത്തിൽ കണ്ടത്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വൈകാരികമായിരുന്നു. നെയ്മറെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഇമോഷണലാകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇഡ്ഡലി റെഡിയായപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ, ചെറിയുള്ളി, ഇഞ്ചി, മുളക്, വേപ്പില, വെള്ളവും ഉപ്പും ചേർത്ത് അരച്ചെടുത്ത് എന്നിട്ടത് താളിച്ചു. അപ്പോൾ ചമ്മന്തി റെഡിയായ. ഇഡ്ഡലിയും ചമ്മന്തിയും രാവിലെ ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ ഇഡ്ഡലി കഴിക്കാത്ത ഒരാളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ ഒരു മസാല ദോശയും കൂടി ഉണ്ടാക്കിയേക്ക്. അത് കഴിഞ്ഞ് അടുപ്പ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാനുള്ള ക്യാബേജ് ഇട്ടു. പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് കറി ഉണ്ടാക്കാൻ ചക്കക്കുരു, വെള്ളരിക്കയും ഒരു കഷ്ണം വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് അപ്പുറത്തെ അടുപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ വയറ് നിലവിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേഗം ഒരു മസാല ദോശയും 2 ഇഡ്ഡലിയും കഴിച്ചു. പിന്നെ കറിക്ക് വെച്ചിരുന്ന വെള്ളരിക്കയും ചക്കക്കുരുവൊക്കെ വെന്തപ്പോൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയും ഒരു ചെറിയുള്ളിയും ചക്കക്കുരുവൊക്കെ ഇട്ടേക്കണേയുള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കാണ്ട് ഒരു വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെള്ളവും ഒഴിച്ച് നല്ലോണം അരച്ച് കറിയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം കറി താളിച്ചു. ഇതാണ് എൻ്റെ ചക്കക്കുരു വെള്ളരിക്ക മോരുകറിയുടെ റെസിപ്പി. പിന്നെ ഇന്നലത്തെ നത്തോലിയുടെ ബാക്കി ഉണ്ടായിരുന്നത് പൊരിച്ചു. പിന്നെ ക്ലീനിങ്ങാണ്. പാത്രമൊക്കെ കഴുകി വെച്ചു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. കൈയോടുകൂടെ തന്നെ ക്ലീൻ ചെയ്താൽ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നാളെ കാണാം.